ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم مصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കറിയാവുന്നതുപോലെ നാം സ്വാതന്ത്ര്യത്തെ അനുസ്മരിക്കുന്ന ഒരു മാസത്തിലാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച സ്വാതന്ത്ര്യ ദിനമാണ്. ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി നമുക്ക് സമാഗതമാവുകയാണ്. അത് അടുത്ത വെള്ളിയാഴ്ചയാണ് എന്ന കാര്യമെല്ലാം നമുക്കറിയാവുന്ന സംഗതിയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ദിവസമാണ്. കാരണം വിശ്വാസി സമൂഹത്തിൻ്റെ ചരിത്രവുമായിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവുമായിട്ട് ഈ ദിനത്തിന് അത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതാണ്. ജനിച്ച മണ്ണിന് വേണ്ടി ചോരയും നീരും കൊടുത്ത് പോരാടിയവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. എന്നാൽ ഇന്ന് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് അജണ്ടകളുടെ ഭാഗമായി നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ചരിത്രത്തിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാത്ത ആളുകളായി മാറുകയും അതോടൊപ്പം തന്നെ അന്ന് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലൊന്നും ഉത്സാഹത്തോടുകൂടി പങ്കെടുക്കാത്ത ചിലരെല്ലാം തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളായി അവരെ ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യം, ഒരവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. ഇവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ നേരവകാശികൾ ആരായിരുന്നു എന്ന് കൃത്യമായി സമൂഹത്തെ, തലമുറകളെ, നമ്മുടെ മക്കളെ, അതല്ലെങ്കിൽ വരും ജനറേഷനെ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്.
ഓരോ സ്വാതന്ത്ര്യ സ്മരണകളെയും ആ അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ വിശ്വാസി സമൂഹത്തിന് തീർച്ചയായും സാധ്യമാവണം. ഇൻഷാ അല്ലാഹ് ഈ ആഴ്ചത്തെ ഖുതുബയും തുടർന്നുള്ള ആഴ്ചയിലെ, അതായത് സ്വാതന്ത്ര്യ ദിനത്തിലെ ഖുതുബയും സ്വാതന്ത്ര്യ സ്മരണകൾക്ക് വേണ്ടിയാണ്. സ്വാതന്ത്ര്യത്തിന്റെ നേരവകാശികൾ ആരാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് അത് മാത്രം വിശദീകരിച്ചാൽ പോരാ. വർത്തമാനകാല സാഹചര്യത്തിൽ രാജ്യം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് നിരന്തരമായിട്ട് നമ്മൾ പറയാറുണ്ട്. ആ വെല്ലുവിളികളെ നമുക്ക് അടിയന്തരമായി അതിജീവിക്കേണ്ടതുണ്ട്. അതിനുപോൽബലകമായ കാര്യങ്ങൾ കൂടി വിശദീകരിക്കപ്പെടണം എന്നുള്ളതാണ്. വർത്തമാനകാല മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന, മുസ്ലിം സമൂഹം എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളും ക്രൈസ്തവരും അടക്കമുള്ള ന്യൂനപക്ഷ പാർശ്വവൽകൃത ജനവിഭാഗങ്ങൾ, ദളിതുകൾ, പിന്നോക്ക വിഭാഗക്കാർ എല്ലാവരും തന്നെ ഇന്ന് രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അത് ആസാമിൽ നമ്മൾ കാണുന്നുണ്ട്, ബീഹാറിൽ നമ്മൾ കാണുന്നുണ്ട്, ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടു, തുടർന്നിപ്പോൾ ഒഡീഷയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ മാത്രമല്ല, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മണിപ്പൂരിൽ ദീർഘനാളായിട്ട് അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങൾ ഇതൊരു സെമിനാർ വിഷയം എന്ന രീതിയിൽ സമൂഹത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യുക മാത്രം ചെയ്യേണ്ടുന്ന കാര്യമല്ല, മറിച്ച് അടിയന്തരമായി പരിഹാരമുണ്ടാകേണ്ടുന്ന വിഷയങ്ങളാണ്. കാരണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതെല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്, എല്ലാ പൗരന്മാരുടെയും സ്വാതന്ത്ര്യമാണ്. അത് ന്യൂനപക്ഷങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, അത് ഭൂരിപക്ഷങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, അത് മുന്നോക്ക ജനവിഭാഗങ്ങളുടെയും പിന്നാക്കക്കാരന്റെയും എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് മർദ്ദന പീഡനങ്ങൾക്കിരയായി ഇനിയും രാജ്യത്ത് ഒരു ജനവിഭാഗവും, രാജ്യത്തിന്റെ പൗരന്മാർ ആരും തന്നെ ഇനി മുന്നോട്ട് പോവാൻ പാടില്ല. അതെല്ലാമാണ് സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥവും സ്വാതന്ത്ര്യത്തിന്റെ വിവക്ഷയുമെന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ അടക്കമുള്ളവരെ അപരവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശക്തമായ ശ്രമങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചുള്ള ശരിയായ വായന, ആ ചരിത്രത്തെ സംബന്ധിച്ചുള്ള ശരിയായ അയവിറക്കൽ ഇസ്ലാമിക ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അന്തസ്സും പ്രതാപവും ആത്മാഭിമാനവും വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ചരിത്രം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെയും അതുപോലെ സ്വഹാബത്തിന്റെയും ചരിത്രം മാത്രമല്ല. ചരിത്രമെന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഓരോ രാജ്യങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ നടത്തിയ പോരാട്ടമംഗിലമായ ജീവിതത്തിന്റെ ചരിത്രം കൂടിയാണ് ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ആ ചരിത്രം തീർച്ചയായും സമൂഹം അറിഞ്ഞിരിക്കണം, തലമുറകൾ അതറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്ത വർഗീയ ശക്തികളുടെ ചരിത്രവും സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായിട്ട് അനാവരണം ചെയ്യപ്പെടണം. അപ്പോഴേ തെറ്റായ പ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു വിശ്വാസി നടത്തിയ എല്ലാവിധ വിമോചന പോരാട്ടങ്ങളും സ്വാതന്ത്ര്യ സമരമടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഖുർആനിലും സുന്നത്തിലും തൗഹീദിലും പ്രചോദിതമാണ്. അതാണ് ദീനുമായിട്ട് ഈ വിഷയത്തിനുള്ള ബന്ധം എന്ന് പറയുന്നത്. വിശ്വാസിയുടെ മുഴുവൻ വിമോചന സ്വാതന്ത്ര്യ പോരാട്ടങ്ങളും ഖുർആനിലും സുന്നത്തിലും തൗഹീദിലും പ്രചോദിതമാണ് എന്നുള്ളതാണ്. ഖുർആൻ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള അഭിവാഞ്ഛയാണ് മുന്നോട്ട് വെക്കുന്നത്. പ്രവാചക ദൗത്യത്തിന്റെ ഭാഗമാണ് ഒരു ജനത സ്വതന്ത്രരായി ജീവിക്കുക എന്ന് പറയുന്നത്. അത് വിശുദ്ധ ഖുർആനിൽ ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറത്തുൽ അഅറാഫിലെ വചനങ്ങൾ അതാണ് പറയുന്നത്. ആരാണ് പ്രവാചകനെ പിൻപറ്റിയ ആളുകൾ എന്ന് ഖുർആൻ വിശദീകരിക്കുകയാണ്. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. ആ പ്രവാചകനെ പിൻപറ്റിയ ആളുകൾ എന്ന് പറഞ്ഞാൽ ഏത് പ്രവാചകൻ? അക്ഷരജ്ഞാനമില്ലാത്ത ആ പ്രവാചകനെ പിൻപറ്റിയ ആളുകൾ.
തൗറാത്തിലും ഇഞ്ചീലിലും പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കൃത്യമായി വിശേഷണങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ആ പ്രവാചകനെ പിൻപറ്റിയ ആളുകൾ എന്തെല്ലാമാണ് ആ പ്രവാചകനെ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങൾ അടക്കം നൽകിയിട്ടുള്ള വിശേഷണങ്ങൾ എന്ന് ഖുർആൻ പറയുകയാണ്. യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. ആ പ്രവാചകൻ അവരെ നന്മ കൽപ്പിക്കുന്നു, തിന്മയിൽ നിന്ന് തടയുന്നു. വയുഹില്ലു ലഹുമു ത്വയ്യിബാതി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. ആ പ്രവാചകൻ അവർക്ക് നല്ല കാര്യങ്ങൾ അനുവദിക്കുകയും മ്ലേച്ഛമായ കാര്യങ്ങൾ വിലക്കുകയും ചെയ്യുന്നു, നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. ആ പ്രവാചകന്റെ ദൗത്യങ്ങൾ ഇതെല്ലാമാണ്. നന്മ കൽപ്പിക്കുന്ന പ്രവാചകൻ, തിന്മയിൽ നിന്ന് തടയുന്ന പ്രവാചകൻ, നല്ല കാര്യങ്ങൾ അനുവദിക്കുന്ന പ്രവാചകൻ, മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് ആളുകളെ അകറ്റുന്ന പ്രവാചകൻ. മാത്രമല്ല മനുഷ്യരെ വിരിഞ്ഞു മുറുക്കിയിട്ടുള്ള ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അവർക്ക് വിമോചനം പ്രദാനം ചെയ്യുന്ന പ്രവാചകൻ. മനുഷ്യരെ വിരിഞ്ഞു മുറുക്കിയിട്ടുള്ള ചങ്ങലക്കെട്ടുകൾ അവരിൽ നിന്ന് ഇറക്കുന്ന പ്രവാചകൻ. പ്രവാചകന് ഖുർആൻ നൽകിയ വിശേഷണമാണ്. പ്രവാചകന് മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങൾ നൽകിയ വിശേഷണമാണ്. ചങ്ങലക്കെട്ടുകൾ, മനുഷ്യരെ വിരിഞ്ഞു മുറുക്കിയ ബന്ധനങ്ങളിൽ നിന്ന് അവർക്ക് വിമോചനം, അവർക്ക് സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുന്ന പ്രവാചകൻ. ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅ. ആ പ്രവാചകനിൽ വിശ്വസിച്ച ആളുകൾ, വഅസ്സറൂഹു, ആ പ്രവാചകനെ പിന്തുണച്ച ആളുകൾ, ഫലപ്പെടുത്തിയ ആളുകൾ, വനസറൂഹു, ആ പ്രവാചകനെ സഹായിക്കുന്ന ആളുകൾ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, ആ പ്രവാചകന്റെ കൂടെ അവതീർണമായ വെളിച്ചത്തെ പിൻപറ്റിയ ആളുകൾ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ അക്കൂട്ടർ അവരെ തന്നെയാണ് വിജയികൾ, അവരെ തന്നെയാണ് വിജയികൾ. പ്രവാചകന്റെ വിശേഷണം പറയാണ്, സ്വാതന്ത്ര്യം, വിമോചനം. അത് പ്രവാചകന്റെ പ്രവർത്തനം മാത്രമല്ല, പ്രവാചകൻ മാത്രം പോരാടേണ്ടുന്ന കേവല ഉത്തരവാദിത്തമല്ല, മറിച്ച് പ്രവാചകനിൽ നിന്ന് പ്രവാചകനെ പിൻപറ്റിയ മുഴുവൻ ആളുകളിലേക്കും വന്നു ചേരുന്ന ദൗത്യമാണ് വിമോചനത്തിന് വേണ്ടിയുള്ള, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ഖുർആൻ സൂറത്തുൽ ബലദിൽ ചോദിക്കുന്നത്. അള്ളാഹു പറയാൻ, ഫലഖതഹമൽ അഖബ, എന്തുകൊണ്ട് നിങ്ങൾ മലമ്പാറകൾ താണ്ടിക്കടക്കുന്നില്ല? ദുർഘടമായ മലമ്പാറകൾ നിങ്ങൾ താണ്ടിക്കടക്കാത്തത് എന്താണ്? വമാ അദ്റാക മൽ അഖബ, പ്രവാചകരെ നിങ്ങൾക്കറിയുമോ എന്താണ് ദുർഘടമായ മലമ്പാറകളെന്ന്? ഫക്കു റഖബ, അത് മനുഷ്യർക്ക് വിമോചനം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യന്റെ കയ്യാമങ്ങൾ അഴിച്ചു വെക്കുക എന്നതാണ്. മനുഷ്യരിൽ നിന്ന് അവരുടെ ബന്ധനങ്ങൾ ഇറക്കി വെക്കുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യമാണ്. അതല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിക്കലും അതേപോലെ അടിമകളെ വിമോചിപ്പിക്കലുമാണ് മലമ്പാറകൾ താണ്ടിക്കടക്കുക എന്ന ദുർഘടകരമായിട്ടുള്ള ദീനീ പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരൽപ്പം പ്രയാസത്തോടു കൂടിയും നിങ്ങൾ ചെയ്യേണ്ടുന്ന ദൗത്യം അതാണ്. അതായത് ഈ ദീനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള വിമോചന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ കൂടെ നിലനിൽക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ടെന്ന് ഖുർആൻ പറയാണ്. പട്ടിണിയുള്ള ദിവസം ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നതാണ് മലമ്പാറകൾ താണ്ടിക്കടക്കുക എന്ന പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യതീമൻ ദാ മഖറബ, നിങ്ങളുടെ അടുത്ത കുടുംബക്കാരായ അനാഥർക്ക് നിങ്ങൾ ഭക്ഷണം നൽകുക. ഔ മിസ്കീനൻ ദാ മത്രബ, അതുപോലെ തന്നെ മണ്ണിന്റെ പൊടിപുരണ്ട അഗതികളുണ്ട്, അവർക്ക് അന്നം നൽകുകയും അടിമകളെ, മനുഷ്യരെ വിമോചിപ്പിക്കുകയും ചെയ്യുക എന്ന ദുർഘടമായ മലമ്പാറകളെ താണ്ടിക്കടക്കുക എന്ന ദൗത്യം എന്തുകൊണ്ട് നിങ്ങൾ നിർവഹിക്കുന്നില്ലെന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ആ ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു മുസ്ലിം ലോകത്ത് അരങ്ങേറിയതല്ലെങ്കിൽ മുസ്ലിംങ്ങൾ ജീവിച്ച രാജ്യങ്ങളിൽ അരങ്ങേറിയ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ എന്ന് പറയുന്നത്. ആ രാജ്യങ്ങളിലെല്ലാം ശക്തമായ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ അരങ്ങേറിയെന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അൾജീരിയയിൽ ഫ്രഞ്ച് അധിനിവേശം നടക്കുന്ന കാലം, അബ്ദുൽ ഖാദർ അൽ ജസായിരി എന്ന് പറയുന്ന പണ്ഡിതന്റെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടക്കുന്ന കാലമാണ്. അന്നാണ് വിശുദ്ധ ഖുർആന്റെ ഒരു കോപ്പി കണ്ടെത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലുൽ അംരി മിൻകും, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, നിങ്ങൾ റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ നേതാക്കന്മാരെയും നിങ്ങൾ അനുസരിക്കണം. വ ഉലുൽ അംരി മിൻകും എന്ന ശകലമില്ലാത്തൊരു കോപ്പി
അൾജീരിയയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. അത് സാമ്രാജ്യത്വ ശക്തികൾ നെയ്തെടുത്ത ഖുർആനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഉലുൽ അംറിനെ അനുസരിക്കുക, നിങ്ങളുടെ നേതാക്കൾ അനുസരിക്കുക എന്നുള്ള ഭാഗം അവരില്ലാതാക്കി. ഞൊടിയിടയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഹാഫിളുകളുടെ പരിശോധനയ്ക്ക് ആ കോപ്പി വിധേയമാവുകയും ആ കോപ്പി ഇല്ലാതാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു ഖുർആനിന് നിലനിൽക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു അക്ഷരം കൂട്ടിച്ചേർത്ത് അതല്ലെങ്കിൽ ഒരു വാക്ക് ഡിലീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഖുർആൻ കോപ്പി ലോകത്ത് നിലനിൽക്കില്ല. അല്ലാഹു പറഞ്ഞതാണ്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയം നാമാണ് ഈ ഖുർആൻ ഇറക്കിയത്, ഈ ഖുർആൻ അന്ത്യദിനം വരെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കോപ്പിക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഏതായാലും സഹോദരങ്ങളെ, അൾജീരിയയിൽ അങ്ങനെ ഒരു കോപ്പി കണ്ടെത്തി എന്ന് പറയാൻ വേണ്ടിയല്ല നമ്മളിത് പറഞ്ഞത്, മറ്റൊരാശയം പറയാനാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു കോപ്പി ഉണ്ടാക്കിയത്? ഉലുൽ അംറിന് നേതാക്കളെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞതോടൊപ്പം ഇസ്ലാമിക ഉമ്മത്തിന് നായകത്വം നൽകുന്ന ആളുകൾ അനുസരിക്കണം എന്ന് പറയുന്ന ഭാഗം എന്തിനാണ് അവർ നീക്കം ചെയ്തത്? കാരണം മുസ്ലിം ലോകത്ത് ശക്തമായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നടക്കുന്ന കാലമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന കാലമായിരുന്നു. ആ പ്രക്ഷോഭങ്ങളിൽ അവർ അണിനിരക്കുന്നത് വലിയ വലിയ നേതാക്കളുടെ പിന്നാലെയാണ്. ആ പ്രക്ഷോഭങ്ങളിൽ അണിനിരത്തുന്ന അബ്ദുൽ ഖാദിർ അൽ ജസായിരിയെ പോലുള്ള ധാരാളം നേതാക്കൾ ലോകത്ത് അധിനിവേശ ഭൂമികളിൽ അടക്കം എല്ലായിടങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരിൽ നിന്ന് ജനങ്ങളെ പിന്മാറ്റുക എന്നതായിരുന്നു ഖുർആനിൽ പോലും കൃത്രിമത്വം കാണിച്ചുകൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾ, ഫ്രഞ്ചുകാർ, അന്നത്തെ സാമ്രാജ്യത്വ ശക്തിയായ ഫ്രഞ്ചുകാർ അവരെ ചെയ്തതാണ് സഹോദരങ്ങളെ. അതിന് മാത്രം ഇസ്ലാമിക ലോകം ഈ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പറയാൻ വേണ്ടിയാണ് ഞാനിത് വിശദീകരിച്ചത്. പ്രശസ്ത എഴുത്തുകാരനായ ഖുശ്വന്ത് സിംഗ് പറഞ്ഞത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുസൽമാന്റെ രക്തത്തിൽ എഴുതിയതാണ്. നമ്മുടെ നാട്ടിലും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടന്നത് മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലായിരുന്നു കാര്യമായിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ലോകത്ത് മിക്ക ഇടങ്ങളിലും പ്രസിദ്ധനായ ഇസ്ലാമിക ചിന്തകൻ അലിജായ് ഇസത്ത് ബെഗോവിച്ച് പറയുന്നുണ്ട്, ലോകത്ത് നടന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ, സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളിൽ 4/3 നടന്നത് മുസ്ലിം പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ മുസ്ലിം ലോകത്തുമായിരുന്നു. 4/3 നടന്നത് മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലായിരുന്നു. അലിജായ് ഇസത്ത് ബെഗോവിച്ച് എന്ന് പറയുന്ന ഇസ്ലാമിക ചിന്തകൻ നിരീക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈ പോരാട്ടം മുസ്ലിം ലോകത്ത് ഇത്ര വ്യാപകമായിട്ട് നടക്കാൻ കാരണം? അതല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരം മുസ്ലിം ലോകത്തെ ഇത്ര ശക്തമായിട്ട് നടക്കാൻ കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എല്ലാ മനുഷ്യരും സ്വതന്ത്രരാണ്, അള്ളാഹുവിന്റെ മാത്രം അടിമകളാണെന്നുള്ള തൗഹീദി വീക്ഷണമുണ്ടല്ലോ. ആ തൗഹീദി വീക്ഷണം ഒരു അധീശത്വത്തെയും അല്ലാഹു അല്ലാത്ത മറ്റൊരു ശക്തിയുടെ അധീശത്വത്തെയും പരമാധികാരത്തെയും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മാത്രം അടിമത്വത്തിലും അവന് മാത്രം വിധേയപ്പെട്ടും വഴങ്ങിയും വണങ്ങിയും ജീവിക്കേണ്ടുന്നവരാണ് മനുഷ്യർ. ഇതാണ് തൗഹീദ്. ആ തൗഹീദിന്റെ ഭൂമികയിലാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ കാര്യമായിട്ട് നടന്നത്. ആ തൗഹീദിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് മഹാന്മാരായ പ്രവാചകന്മാരും ഖുലഫാഉർ റാഷിദുകളും സംസാരിച്ചത്. മതാ അബ്ബത്തുമുന്നാസ് ഫഖദ് വലദതുഹും ഉമ്മുഹും മഹറാറാ. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനം, ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെട്ട് കിടക്കുന്ന വചനം എന്താണ് ഇതിന്റെ അർത്ഥം? എപ്പോഴാണ് മനുഷ്യരെ നിങ്ങൾ അടിമകളാക്കി വെക്കാൻ തുടങ്ങിയത്? അവരുടെ മാതാക്കൾ അവരെ സ്വതന്ത്രരായി പ്രസവിച്ചെന്നിരിക്കെ മനുഷ്യർക്ക് മേൽ മനുഷ്യന്റെ അധീശത്വം എവിടെ നിന്ന് വന്നു ചേർന്നു? ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, സഹോദരങ്ങളെ, ഇന്ത്യയിലെ മുഴുവൻ സ്വാതന്ത്ര്യ സമര ചരിത്രവും എടുത്ത് പരിശോധിച്ചാൽ അവിടെ മുസ്ലിങ്ങളുടെ കാര്യമായ പങ്കാളിത്തം, മുസ്ലിം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പങ്കാളിത്തം, മൻ ആമില, ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ആണാവട്ടെ പെണ്ണാവട്ടെ അയാളുടെ പ്രവർത്തനം നാം പാഴാക്കി കളയുകയില്ലെന്ന് ഖുർആൻ കൃത്യമായി പറഞ്ഞതാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ കൃത്യമായിട്ടും അത് നമ്മൾ വായിക്കുന്നു. ആണും പെണ്ണും സ്ത്രീയും പുരുഷനും അണിചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ അധീശത്വത്തിന് വേണ്ടി പോരാടുകയാണ്. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൽ മാത്രമല്ല, ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ മുസ്ലിങ്ങളുടെ സജീവ പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബീഗം ഹസ്രത്ത് മഹൽ
നമ്മൾ ഓർക്കേണ്ടുന്ന ഒരുപാട് പേരുകളുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കാളിയായ ഒരു വനിതയാണ്, ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ അവർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒരു യുദ്ധത്തിന് നേതൃത്വം നൽകി. ഒരു സഹോദരി, ഒരു സ്ത്രീ, ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്ന ഒരു സഹോദരി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു യുദ്ധത്തിന് നേതൃത്വം നൽകി എന്നാണ് പറയുന്നത്. 1857 ചിൻഹാട്ടിൽ നടന്ന നിർണായക യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ അവരെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. 1857 സ്വാതന്ത്ര്യ സമരത്തിൽ നേതൃപരമായ പങ്കാളിത്തം വഹിച്ച മറ്റൊരു വനിതയായിരുന്നു അസ്ഗരി ബീഗം എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ വനിതാ പോരാളിയായിരുന്നു അസ്ഗരി ബീഗം, സ്വാതന്ത്ര്യ സമര പോരാളി. 1858 ബ്രിട്ടീഷുകാരവരെ പിടികൂടിക്കൊണ്ട് ജീവനോടെ കത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. 1857 മുസാഫർ നഗറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഹബീബ എന്നൊരു മുസ്ലിം സ്ത്രീ നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി എന്നുള്ളതാണ്. അവരുടെ 25-ാം വയസ്സിൽ മറ്റു വനിതാ പോരാളികൾക്കൊപ്പം ബ്രിട്ടീഷുകാർ അവരെ തൂക്കിലേറ്റി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് സഹോദരങ്ങളെ. അവരെ മാത്രമല്ല, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി 225 മുസ്ലിം സ്ത്രീകൾ രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലികഴിച്ചു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്ത്രീകൾ മാത്രമല്ല, സ്ത്രീകളുടെ പങ്കാളിത്തം അതിന്ന് വ്യത്യസ്തമായതും അതൊരുപക്ഷെ മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ കാലത്ത് കൂടുതൽ കൗതുകമുയർത്തുന്നതുമായ ഒരു കാര്യമായതുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. പക്ഷേ സ്ത്രീകൾ മാത്രമല്ല, സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ പങ്കാളിത്തം വഹിച്ചു സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ എന്നുള്ളതാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനൊരു ചരിത്രമുണ്ട്. എന്താണ് അതിന്റെ ചരിത്രം? അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിന്റെ നേതൃത്വത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു. അതാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ശിപ്പായിമാരെ സ്വാതന്ത്ര്യ സമരത്തിൽ തങ്ങളെ നയിക്കാൻ സഫറിനോട് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പോലെ തന്നെ ശക്തമായ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായിരുന്നു രണ്ടാം സ്വാതന്ത്ര്യ സമരവും. എന്താണ് ഇതൊക്കെ പറയുന്നത്? സ്ത്രീ പുരുഷന്മാർ ഒരുപോലെ പങ്കാളിത്തം വഹിച്ച പോരാട്ടങ്ങൾ, അതായിരുന്നു സ്വാതന്ത്ര്യ സമരങ്ങൾ. ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായിരുന്നു സ്വാതന്ത്ര്യ സമരം. സഹോദരങ്ങളെ, നമുക്ക് ഈ രാജ്യത്തിന് മുന്നോട്ട് പോവാൻ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ, ഇനിയും അതിജീവിക്കാൻ കഴിയണമെങ്കിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, മതജാതി വ്യത്യാസമില്ലാതെ ഒരുപോലെ ഫാസിസത്തിനെതിരെ സുമനസ്സുകൾ കണിനിരക്കാൻ കഴിയണമെന്ന വലിയ പാഠമാണ് ഈ ചരിത്രമെല്ലാം നമ്മോട് പറയുന്നത്. സ്വാതന്ത്ര്യ ദിനത്തെ അനുസ്മരിക്കുമ്പോ, സ്വാതന്ത്ര്യ സന്ദേശങ്ങൾ അനുസ്മരിക്കുമ്പോ നമ്മൾ ഒരു കാതിലൂടെ കേട്ട് മറ്റൊരു കാതിലൂടെ പുറത്തുവിടുക എന്നുള്ളതല്ല. അത് ഉൾക്കൊള്ളാൻ, അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുവാൻ, നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പോലെ തന്നെ ശക്തമായ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലും പ്രകടമായിരുന്നു എന്നുള്ളതാണ്. കാരണം ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ, അതാണ് അവർ ശ്രമിക്കുന്നത്, ഭിന്നിപ്പിച്ചു ഭരിക്കുക. പക്ഷേ സ്വാതന്ത്ര്യ പോരാളികൾ അതിനെ അതിജീവിക്കുവാൻ വേണ്ടി ഒന്നിക്കുക എന്നുള്ള ആശയമാണ് മുന്നോട്ട് വെച്ചത്. ഗാന്ധിജിയും അലി സഹോദരന്മാരും തോളോട് തോൾ ചേർന്ന് നിന്നപ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാക്കപ്പെടുന്നത്. ജയിലിലാക്കപ്പെട്ട അലി സഹോദരന്മാരെ മോചിപ്പിക്കാൻ ശക്തമായ ഭാഷയിൽ തന്നെ ഗാന്ധിജി സംസാരിച്ചു എന്നുള്ളതാണ്. അലി സഹോദരന്മാരെ വിമോചിപ്പിക്കുന്നില്ല എങ്കിൽ ഇന്ത്യ ശക്തമായ പ്രക്ഷോഭം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ മുഖമൂലകളിലേക്ക് ഇറങ്ങിക്കൊണ്ട് വലിയ വലിയ മീറ്റിങ്ങുകൾ, യോഗങ്ങൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഗാന്ധിജി പറഞ്ഞു, അലി സഹോദരന്മാരെ ജയിലിലടച്ച് പീഡിപ്പിക്കുന്നതിന് യാതൊരു ന്യായവുമില്ല. ഹിന്ദുക്കളുടെയും മുഹമ്മദീയരുടെയും, അദ്ദേഹത്തിന്റെ ഭാഷയാണ്, ഹിന്ദുക്കളുടെയും മുഹമ്മദീയരുടെയും ആദരവിന് അർഹരായ അവരെ സ്വതന്ത്രരാക്കുന്നില്ല എങ്കിൽ ഒരു ശക്തമായ സത്യാഗ്രഹ സമരം രാജ്യം അഭിമുഖീകരിക്കും എന്നുള്ളതാണ്. ജയിൽ വിമോചിതനായതിനു ശേഷം അലി സഹോദരന്മാർക്ക് രാജ്യത്തിന്റെ മുഖമൂലകളിൽ, മൗലാന മുഹമ്മദ് അലിക്ക് രാജ്യത്തിന്റെ മുഖമൂലകളിൽ വലിയ സ്വീകരണം ഏർപ്പെടുത്തി ഗാന്ധിജി.
ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണങ്ങൾ ഏർപ്പെടുത്തി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആ മൗലാന മുഹമ്മദ് അലി ജൗഹറാണ് പിന്നീട് ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിൽ ചെന്നുകൊണ്ട് പ്രസംഗിക്കുന്നത്. സ്വാതന്ത്ര്യം കയ്യിൽ തരാതെ ഞാൻ എൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. സഹോദരങ്ങളെ, അലി സഹോദരന്മാരുടെ ചരിത്രത്തെ അനുസ്മരിക്കാതെ എങ്ങനെയാണ് ഇപ്പറയുന്നതല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും അത് പറയണം, അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം വട്ടമേശ സമ്മേളനത്തിൽ ലണ്ടനിൽ വെച്ച് പറഞ്ഞു, സ്വാതന്ത്ര്യം തരാതെ ഞാൻ എൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോവില്ല. പക്ഷേ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവസരമുണ്ടായില്ല എന്നുള്ളതാണ്. ആ യാത്രയിൽ അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ തന്നെ വസിയ്യത്ത് പ്രകാരം അദ്ദേഹത്തെ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് മറമാടുകയും ചെയ്തു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഒരു വ്യക്തിയല്ല, ഒരു കുടുംബമായിരുന്നു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത്. അവരുടെ മാതാവിൻ്റെ പേര് ബി ഉമ്മ എന്നായിരുന്നു. ബി ഉമ്മയെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുക, അതല്ലെങ്കിൽ ബി ഉമ്മയെ ചരിത്രം വിശേഷിപ്പിച്ചിട്ടുള്ളത് അബായ ധരിച്ച, പർദ്ദ ധരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപെടുന്ന വനിത എന്നാണ്. അബായ ധരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപെടുന്ന വനിത, അവരായിരുന്നു ബി ഉമ്മ, അതല്ലെങ്കിൽ അലി സഹോദരന്മാരുടെ മാതാവെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതാരാ? ഇപ്പറയുന്ന ബി ഉമ്മയായിരുന്നു. മൗലാന മുഹമ്മദ് അലി ജൗഹർ അവരുടെ മാതാവായ ബി ഉമ്മയെ കുറിച്ച് പറയാണ്, ഉമ്മ പ്രായോഗികമായിട്ട് നിരക്ഷരയാണെങ്കിലും എല്ലാ അനുഭവത്താലും അവരെ പുരുഷന്മാരെക്കാൾ പ്രഗത്ഭയായിരുന്നു. അവരെ ജ്ഞാനിയും സൂഫിവര്യയുമായിരുന്നു. ബി ഉമ്മ മാത്രമല്ല, ആ കുടുംബം മുഴുക്കയും, ആ കുടുംബത്തിലെ വനിതകൾ എല്ലാവരും സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിരക്കുകയായിരുന്നു എന്നുള്ളതാണ്. സ്വാതന്ത്ര്യ സമര പോരാളികളായ വനിതകൾ, അതാണ് അലി സഹോദരന്മാരുടെ കുടുംബത്തിലെ അവരുടെ ഭാര്യമാരും അവരുടെ കുടുംബാംഗങ്ങളും എന്നെല്ലാം പറയുന്നത്. മുഹമ്മദ് അലി ജൗഹറിന്റെ ഭാര്യയും അതുപോലെ ബി ഉമ്മയുടെ മരുമകളുമായ അംജദ ബീഗം മറ്റൊരു മുസ്ലിം വനിതയാണ്, സ്വാതന്ത്ര്യ സമര പോരാളിയാണ്. മഹാത്മാഗാന്ധി അവരെ കുറിച്ച് ധീരയായ വനിത എന്ന് പറഞ്ഞുകൊണ്ട് ധീരയായ സ്ത്രീ എന്ന തലക്കെട്ടിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഭാര്യയെ സംബന്ധിച്ചാണ് പറയുന്നത്. അവരൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായ പങ്കാളിത്തം വഹിച്ചവരാണ്. സഹോദരങ്ങളെ, ഒരു ധീരനായ പുരുഷന്റെ ധീരനായ ഭാര്യയായി മഹാത്മാഗാന്ധി ആ സഹോദരിയെ, മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഭാര്യയെ ചിത്രീകരിക്കുകയാണ്, അംജദ ബീഗമിനെ ചിത്രീകരിക്കുകയാണ്. സ്ത്രീകൾ ഇസ്ലാമിക വസ്ത്രധാരണയും മര്യാദകളും പാലിച്ചുകൊണ്ട് സാമൂഹിക ഇടപെടലുകൾ നടത്തിയിരുന്നു എന്ന് കൃത്യമായി സ്വാതന്ത്ര്യ സമരകാല ചരിത്രം തന്നെ നമ്മോട് പറയുന്നുണ്ട്. ചില ആളുകളൊക്കെ പറയും, സ്ത്രീകളൊക്കെ സമൂഹത്തിൽ ഇടപെടുക, അതല്ലെങ്കിൽ സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടി സ്ത്രീകളൊക്കെ ഇടപെടുക, അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക, അവർ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുക എന്നൊന്നും പറയുന്ന മുൻമാതൃകയില്ലാത്ത കാര്യമാണ്. ഇല്ല, മുൻമാതൃകയുണ്ട്. കൃത്യമായ മുൻമാതൃക സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെയുണ്ട് എന്നുള്ളതാണ്. സ്ത്രീയും പുരുഷനും ഹിന്ദുവും മുസ്ലിമും എല്ലാവരും ഒരുമിച്ചുകൊണ്ട് അണിചേർന്നുകൊണ്ട് നടത്തിയ പോരാട്ടമായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സ്വാതന്ത്ര്യ സമരത്തിനായി മുസ്ലിങ്ങൾ അവരുടെ മിമ്പറുകളെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാലത്ത് അങ്ങനെയും ചില ആളുകൾ പറയും, അതായത് മിമ്പറുകളിൽ അവിടെ തീർത്തും ആത്മീയമായ കാര്യങ്ങൾ, ദിക്റുകളെ പറ്റി, സ്വലാത്തുകളെ, നമസ്കാരത്തെ പറ്റി, നോമ്പിനെ പറ്റി, അനുഷ്ഠാന കാര്യങ്ങളെ പറ്റി അത് മാത്രമേ മിമ്പറുകളിൽ പറയാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മിമ്പറുകളെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ ഒരു മിമ്പറിൽ ഒരു ഇമാം ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ട് സംസാരിച്ചപ്പോ ആ ഇമാമിനെയും ആ മസ്ജിദിലെ വിശ്വാസികളെയും ബ്രിട്ടീഷുകാർ വെടിവെച്ചിടുന്ന ഒരു ചരിത്രം പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഉത്തരേന്ത്യയിൽ മാത്രമല്ല മലബാറിലും സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയം പറയാൻ നമ്മുടെ മുൻഗാമികൾ മിമ്പറുകളെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ്. നമുക്കറിയാം, മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ പേരക്കുട്ടി സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെ ബ്രിട്ടീഷുകാർ ഖുറാസാനിലേക്ക് നാടുകടത്തി. അതിനവര് കാരണം പറഞ്ഞത് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ മിമ്പറുകളിൽ വെച്ച് നടത്തി എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ദീർഘകാലം പടനയിച്ച മലയാള രാജ്യമെന്ന പേരിൽ 6 മാസത്തേക്കൊരു രാജ്യമെല്ലാം ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഏറെ സുപരിചിതനായ വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ മക്കയിൽ പോയി ജീവിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി കൊടുക്കാം.
ബ്രിട്ടീഷുകാരെ അവരുടെ ദൂതൻ അയക്കുകയാണ്. വാരിയംകുന്നന്റെ ഒറ്റക്കാരനായൊരു സഹോദരൻ, ഒരു കപടനായൊരു സഹോദരൻ വന്നുകൊണ്ട് ഈ കാര്യം പറയുകയാണ്: നിങ്ങൾക്ക് മക്കയിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കാനുള്ള അവസരം ഇതാ ഒരുങ്ങുന്നു. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത ഈ പോരാട്ടമൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് മക്കയിൽ പോയിട്ട് ഒരു നല്ല ഒരു വിശുദ്ധ ഭൂമിയിലുണ്ടല്ലോ, വിശ്വാസികൾ ഏറ്റവും വിശുദ്ധമെന്ന് വിശ്വസിക്കുന്ന ആ ഭൂമിയിൽ പോയി നിങ്ങൾക്ക് ജീവിക്കാമെന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, മക്ക എനിക്ക് പവിത്രമാണ്, മക്ക വിശ്വാസികൾക്ക് മുഴുവൻ പവിത്രമാണ്. പക്ഷേ ഞാൻ ജീവിക്കാനും ഞാൻ മരിക്കാനും ആഗ്രഹിച്ചത് ഏതൊരു നാട്ടിൽ ഞാൻ ജനിച്ചോ ഈ നാട്ടിൽ തന്നെ, ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ട് ഈ നാട്ടിൽ മുഖം കുത്തി മരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ നാട്ടിൽ തന്നെ ജീവിച്ച എനിക്ക് ഈ നാട്ടിൽ തന്നെ മരിക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്നാണ് അദ്ദേഹം പറയുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ ഈ വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജിയെ പിടികൂടുന്ന രംഗമൊക്കെ നമുക്കറിയാം. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഇതൊക്കെ പറയുന്നത് നമ്മുടെ തലമുറകളെ ഇത് അനുസ്മരിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ ഈ ചരിത്രത്തിൽ നിന്ന് ചിലതെല്ലാം കേട്ടതായിരിക്കും, പക്ഷെ ആവർത്തിച്ചുകൊണ്ട് പറയണം എന്ന് പറഞ്ഞാൽ ഈ രാജ്യം മുസ്ലിങ്ങളുടേത് കൂടിയാണ് എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന് വേണ്ടി വിയർപ്പും രക്തവും ഒലിപ്പിച്ച വലിയ ചരിത്രവും വലിയ പാരമ്പര്യവും ഒരു ജനതയ്ക്കുണ്ട്. ആ ചരിത്രവും പാരമ്പര്യവും പറയാതെ, അയവിറക്കാതെ, അനുസ്മരിക്കാതെ ഒരു സ്വാതന്ത്ര്യ ദിന കാലയളവും മുന്നോട്ട് പോകരുത്. അനുസ്മരിച്ചാൽ മാത്രം പോരാ, കൃത്യമായിട്ട് ആ ബോധത്തോടുകൂടി ഈ സമുദായവും ഈ രാജ്യവും മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അങ്ങനെ വാരിയംകുന്നനെ പിടികൂടിക്കൊണ്ട് അദ്ദേഹത്തോട് അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അവസാനത്തെ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള ആഗ്രഹം അദ്ദേഹം പറയുമെന്നാണ് ബ്രിട്ടീഷുകാർ ധരിച്ചത്. പക്ഷേ ബ്രിട്ടീഷുകാരോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കണ്ണ് കെട്ടിക്കൊണ്ട് പിറകിൽ നിന്ന് വെടിവെച്ചാണല്ലോ ആളുകളെ കൊല്ലാറുള്ളത്. എന്നാൽ എൻ്റെ കണ്ണുകൾ കെട്ടാതെ ചങ്ങലകൾ ഒഴിവാക്കി മുന്നിൽ നിന്ന് വെടിവെക്കണം. എൻ്റെ ജീവിതം നശിപ്പിക്കുന്ന വെടിയുണ്ടകൾ പതിയേണ്ടത് എൻ്റെ ഇടനെഞ്ചിലേക്കായിരിക്കണം. ആ വെടിയുണ്ട പതിയുന്ന എനിക്കെന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണണം. എനിക്ക് ഈ മണ്ണിൽ മുഖം ചേർത്ത് മരിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണിൽ എനിക്ക് എൻ്റെ മുഖം ചേർത്ത് മരിക്കണം. ഈ മണ്ണിനോട്, രാജ്യത്തോടുള്ള സ്നേഹമാണ് അവസാനമായും വാരിയംകുന്നൻ പ്രഖ്യാപിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറവ് ചെയ്താൽ ചരിത്ര പുരുഷനായി ചിത്രീകരിക്കുമെന്ന് ഭയന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെന്താ ചെയ്തത്? ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന്റെ മൃതദേഹങ്ങൾ ചാക്കിലാക്കിക്കൊണ്ട് കൊണ്ടുപോയിട്ട് കരിച്ചു കളഞ്ഞു എന്ന. കാരണം അതിൽ നിന്ന് പുതിയൊരു പോരാട്ട വീര്യം ഉടലെടുക്കും. ഫീനിക്സ് പക്ഷിയെ പോലെ വാരിയംകുന്നൻ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് ബ്രിട്ടീഷുകാർക്ക് നല്ലപോലെ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും ഒരിടത്ത് മറവ് ചെയ്യാതെ അതൊരു ചാക്കിലാക്കി കൊണ്ടുപോയി എന്തോ ചെയ്തു കളഞ്ഞു, കരിച്ചു കളഞ്ഞു എന്നെല്ലാം ചരിത്രകൃതികളിൽ നമുക്ക് കാണാവുന്നതാണ്. സഹോദരങ്ങളെ, ഈ വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയും കുഞ്ഞാലിമരക്കാരും ആലി മുസ്ലിയാരും മമ്പുറന്തങ്ങളും ഉമർ ഖാലിയുമെല്ലാം പോരാടി നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ മുസ്ലിം സമുദായത്തിന്, ഈ രാജ്യത്ത് ഒന്നും അവകാശപ്പെടാനില്ലെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അവരോട് പറയണം, അവരോട് പറഞ്ഞു കൊടുക്കണം, എന്താണ് ഈ സമുദായത്തിന്റെ പൈതൃകമെന്ന്, ചരിത്രമെന്ന്. ആരാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ നേരവകാശികളും മുന്നണി പോരാളികളും അതിനുവേണ്ടി ജീവത്യാഗം നിർവഹിച്ചവരും? ഉലൈക ആബാഇ ഫജിഇനി ബിമിസ്ലിഹിം, അവരായിരുന്നു ഞങ്ങളുടെ പ്രപിതാക്കൾ, അവരായിരുന്നു, ഇതാണ് ഞങ്ങളുടെ പൂർവികൾ. ഈ വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയും ഉമർ ഖാലിയും അമ്പുറന്തങ്ങളും അതുപോലെ തന്നെയുള്ള കുഞ്ഞാലിമരക്കാർ അടക്കമുള്ള ആളുകൾ, അവിടുന്ന് മാത്രമല്ല ഉത്തരേന്ത്യയിലേക്ക് പോയാൽ, ഇന്ത്യ രാജ്യത്തിന്റെ മുഖമൂലയിലേക്ക് പോയാൽ ധാരാളം ആളുകൾ, മൗലാന മുഹമ്മദ് അലി അടക്കമുള്ള, ഷൗക്കത്ത് അലി അടക്കമുള്ള അങ്ങനെ ധാരാളം പോരാളികൾ, ഉലൈക ആബാഇ ഫജിഇനി ബിമിസ്ലിഹിം, അവരായിരുന്നു ഞങ്ങളുടെ പ്രപിതാക്കൾ. അതുകൊണ്ട് ഈ വർഗീയ ശക്തികളോട് ചോദിക്കണം, അവരൊക്കെ തുല്യരായിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം. ആരെയാണ് അവരെ കൊണ്ടുവരിക? ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ ഏത്തമിട്ട ആളുകളെ ആയിരിക്കും അവർക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ്. സ്വാതന്ത്ര്യ സമരത്തിലെ സജീവധാരയായിട്ട് ഇന്ന് വികലമായിട്ട് ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരായിരുന്നു അവർ? ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ അപാരമായ ഔദാര്യത്താലും ദയാവായ്പിനാലും എനിക്ക് വിട്ടുവീഴ്ച നൽകുകയാണെങ്കിൽ നവോത്ഥാനത്തിന്റെ പരമോന്നത രൂപമായ ഇംഗ്ലീഷ് ഗവൺമെന്റിന്റെ ശക്തനായ വക്താവായിട്ട് ഞാൻ മാറുകയും ബ്രിട്ടീഷ് വ്യവസ്ഥയോട് പൂർണ്ണ വിധേയത്വം ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അന്തമാൻ ജയിലിൽ നിന്ന് മാപ്പെഴുതി കൊടുത്തുകൊണ്ട് ഒരാൾ പുറത്തു പോന്നു.
അവരെക്കുറിച്ചൊക്കെയാണ് ഇപ്പറയുന്ന വർഗീയ ഫാസിസ്റ്റ് സംഘങ്ങൾക്ക് അവരുടെ പ്രപിതാക്കളും നായകന്മാരുമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുക. എന്ന് പറയുമ്പോൾ രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് എന്നുള്ള തെറ്റായ യാതൊരവകാശവാദവും നമുക്കില്ല. മുസ്ലിങ്ങളും ഹൈന്ദവരും അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളുകളും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ രാജ്യത്തെ വിമോചിപ്പിക്കുവാൻ, ബ്രിട്ടീഷുകാരന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രാജ്യത്തെ വിമോചിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളുണ്ടല്ലോ, ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത ആളുകൾ, അവരിവിടെ എന്താ ചെയ്തത്? മാപ്പെഴുതി കൊടുത്തുകൊണ്ട് ജയിൽ മോചിതനായതിനു ശേഷം എന്താണ് അവർ ചെയ്തത്? ഭൂരിപക്ഷ സമൂഹത്തെ ഏകീകരിക്കുക എന്നുള്ളതാണ്. മുസ്ലിങ്ങൾക്കെതിരെയും ക്രൈസ്തവർക്കെതിരെയും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും എന്ന് പറഞ്ഞാൽ രാജ്യത്തെ മുസ്ലിം അധികാരം വരും. അതുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ഭൂരിപക്ഷത്തെ ഏകീകരിക്കുക എന്ന പ്രവൃത്തിയായിരുന്നു നമ്മൾ പറഞ്ഞ വി ഡി സവർക്കറും അതുപോലെ തന്നെ ഗോൾവാൾക്കറും ഹെഗ്ഡേവാറും എല്ലാം ചെയ്തിരുന്നത് എന്ന് അവരുടെ ചരിത്രം ഒന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, അങ്ങനെ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇങ്ങോട്ട് വരുമ്പോഴും ഇന്നേക്ക് വരുമ്പോഴും അതേ പണി തന്നെയാണ് ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷ സമൂഹത്തിൽ ഏകീകരണം ഉണ്ടാക്കുക, ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭൂരിപക്ഷ സമൂഹത്തിൽ ഏകീകരണം ഉണ്ടാക്കുക. നമ്മൾ പറയുന്നത് എന്താ? ന്യൂനപക്ഷ ഭൂരിപക്ഷം എന്ന് പറയുന്നുണ്ടല്ലോ? ഇല്ലല്ലോ. നമ്മൾ പറയുന്നത് എല്ലാവരും ഐക്യപ്പെടുക എന്നുള്ളതാണ്. സുമനസ്സുകളായ ആളുകൾ മുഴുവൻ ഐക്യപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ ഒരു ജനവിഭാഗത്തെ മറ്റൊരു ജനവിഭാഗത്തിനെതിരിൽ അണിനിരത്തുക എന്ന ഒരു തെറ്റായ രാഷ്ട്രീയമുണ്ടല്ലോ, ആ തെറ്റായ രാഷ്ട്രീയത്തെയായിരുന്നു അവർ പ്രാവർത്തികമാക്കിയത് എന്ന് ഇപ്പറയുന്ന ആളുകളുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് അവരുടെ പിന്മുറക്കാരെന്ന് പറയുന്ന ആളുകൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതും അതേ രാഷ്ട്രീയം തന്നെയാണ്. നോക്കി നിങ്ങൾ, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടില്ലേ? രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പോലും, വോട്ടിംഗ് പോലും ശരിയായ രീതിയിലല്ല നടക്കുന്നത്. വോട്ടിംഗിൽ വലിയ കൃത്രിമത്വങ്ങൾ നടക്കുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ സ്ഥാപനങ്ങളിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്ന ഏക സംവിധാനമായ വോട്ടിംഗ് ഉണ്ടല്ലോ, ആ വോട്ടിംഗിൽ വലിയ കൃത്രിമത്വങ്ങൾ നടന്നു എന്ന് കൃത്യമായ തെളിവുകൾ സഹിതം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോ ഇലക്ഷൻ കമ്മീഷനെ അടക്കം കയ്യിലെടുത്തുകൊണ്ട് നടത്തുന്ന കൃത്രിമത്വങ്ങൾ എത്രമാത്രം അപകടകരമാണ് സഹോദരങ്ങളെ. ഇലക്ഷൻ കമ്മീഷൻ അതിന് കൃത്യമായി ഉത്തരം പറയാത്ത കാലത്തോളം ആ ഒരു അപകടം ആളുകളുടെ മനസ്സിൽ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രത്തെ വികലമാക്കുന്ന രീതികൾ, ടിപ്പു സുൽത്താനെ പോലുള്ള ആളുകളുടെ പോരാട്ടങ്ങൾ, പോരാട്ടപൂർണമായ ജീവിതം, അത് പഠിക്കേണ്ട NCERTയുടെ സിലബസിൽ നിന്ന് അത്തരം ചരിത്രമെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം. സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമുക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം സൂക്ഷ്മതയോടെ, ജാഗ്രതയോടെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്തം. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും വളർന്നു വരുന്ന തലമുറയെ നല്ലതുപോലെ പഠിപ്പിക്കുക. പ്രവാചകരെ, നിങ്ങൾ പറയണം, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയും എങ്ങനെയായിരുന്നു കുറ്റവാളികളുടെ പരിണിതിയെന്ന് ചിന്തിച്ച് പഠിച്ചു മനസ്സിലാക്കുകയും ചെയ്യുക എന്ന്. ഭൂമിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചരിത്ര പഠനത്തിനുള്ള പ്രചോദനമാണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ചരിത്രം, നമ്മുടെ നാടിന്റെ ചരിത്രം കൃത്യമായിട്ടും നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം. ഈ നാടിന്റെ സൗഹാർദ്ദത്തിന്റെ ചരിത്രം, അതാണ് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, എന്റെ നാട്, അദ്ദേഹം ചിക്കാഗോയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞതാണ്, എല്ലാ മതങ്ങളെയും ദർശനങ്ങളെയും കൈനീട്ടി സ്വീകരിച്ച് അവർക്ക് കിടപ്പാടവും ആരാധനാലയങ്ങളും നിർമ്മിച്ചു നൽകിയ ചരിത്രമാണ് എന്റെ രാജ്യത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, വിവേകാനന്ദൻ പറഞ്ഞ സൗഹാർദ്ദത്തിന്റെ, സ്നേഹത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മുടെ നാടിന്റെ വർത്തമാനത്തെ കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെ ദൗത്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ചരിത്രം, വളർന്നു വരുന്ന തലമുറക്ക് ആ സൗഹാർദ്ദത്തിന്റെ ചരിത്രം നല്ലതുപോലെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്തം. രണ്ട്, സഹോദര സമുദായങ്ങളുടെ നല്ല അയൽക്കാരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. എല്ലാവരുടെയും നല്ല അയൽക്കാരായി മാറാൻ നമുക്ക് കഴിയണം. സഹോദര സമുദായങ്ങളുടെ നല്ല അയൽക്കാരായിട്ട് മാറാൻ നമുക്ക് കഴിയണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു അയൽക്കാരനുണ്ടായിരുന്നു. മുത്ഇം ഇബ്നു അദി എന്നായിരുന്നു ആ അയൽക്കാരന്റെ പേര്. ഇസ്ലാമിക വിശ്വാസം ഉൾക്കൊണ്ടയാളായിരുന്നില്ല, ബഹുദൈവ വിശ്വാസിയായിരുന്നു. എന്നിട്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാൻ പുറപ്പെടുമ്പോ അബൂബക്കറിനെ തടഞ്ഞുകൊണ്ട് പറയാണ്, അബൂബക്കർ, നീ പോവാൻ പാടില്ല,
താങ്കളെ പോലുള്ളവരെ ഹിജറ പോവാൻ പാടില്ല, ഈ നാടിന് ആവശ്യമാണ്. കുടുംബബന്ധം ചേർക്കുന്ന, അയൽക്കാരോടുള്ള ബന്ധം ചേർക്കുന്ന, മനുഷ്യർക്ക് ധാരാളം നന്മകൾ ചെയ്യുന്ന താങ്കളെ പോലുള്ള ആളുകൾ നാടിനാവശ്യമാണ്, ഈ നാട്ടിൽ നിന്ന് പോവാൻ പാടില്ലെന്ന് മുത്അയിം ഇബ്നു അദി എന്ന് പറയുന്ന ബഹുദൈവ വിശ്വാസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഈ രാജ്യത്ത് മുത്അയിം ഇബ്നു അദിയിനെ പോലുള്ള ആളുകളുടെ മനസ്സുള്ള ആ നല്ല മനുഷ്യരുണ്ടല്ലോ, അത്തരം നല്ല മനുഷ്യരുടെ വർധനവാണ് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത്. അത്തരം നല്ല നല്ല ധാരാളം അയൽക്കാർ നമുക്കുണ്ടാവണം. അതുകൊണ്ട് എല്ലാവരോടും നല്ല അയൽവക്ക സൗഹൃദം നിലനിർത്തുക എന്നതാണ് രണ്ടാമത്തെ ദൗത്യമെന്ന് പറയുന്നത്. ഇസ്ലാം മതത്തിൽ നല്ല കണിശമായ വിശ്വാസമുള്ളയാളായിരുന്നു മൗലാന മുഹമ്മദ് അലി, അതല്ലെങ്കിൽ അലി സഹോദരന്മാർ. അതുപോലെ തന്നെ ഹൈന്ദവ മതത്തിൽ കൃത്യമായ വിശ്വാസമുള്ളയാളായിരുന്നു ഗാന്ധിജി. ഒരു മതത്തിലും വിശ്വസിക്കാത്തയാളായിരുന്നു നമുക്കൊക്കെ അറിയാവുന്ന പോലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാതാവും ഇസ്ലാമിക വിശ്വാസത്തിൽ ഉയർന്ന് ചിന്തിക്കുന്നയാളായിരുന്നു അബുൽ കലാം ആസാദ്. ഇങ്ങനെ വ്യത്യസ്ത വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസത്തിലും ഇല്ലാത്ത എല്ലാവരും ചേർന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയപ്പോഴാണ് ഈ രാജ്യം സ്വതന്ത്രമായത്. അതുകൊണ്ട് സൗഹൃദത്തിൻ്റെതായിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത സ്വാതന്ത്ര്യ ദിവസവും അതല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനവും വെള്ളിയാഴ്ചയും കൂടി നമുക്ക് സ്വാതന്ത്ര്യ ദിനത്തെ അനുസ്മരിക്കാം. വർത്തമാനകാല ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും അതുപോലെ തന്നെ സിറാത്തുൽ മുസ്തഖീമിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സിദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ഭാര്യ സന്താനങ്ങളോടൊപ്പം മക്കളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അവർക്ക് തഖ്വയും ഈമാനും അല്ലാഹു തആല വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഫലസ്തീൻ മക്കളെ അല്ലാഹു എല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാവട്ടെ. ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർ, മാതാപിതാക്കൾ, അവർക്ക് അല്ലാഹു തആല ദീർഘായുസ്, ആരോഗ്യത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകി അല്ലാഹു അവരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ കടങ്ങളിൽ നിന്നും, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൃഷിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നാഥാ പടച്ചവനെ, ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ
നിന്നോട് ചോദിക്കാൻ നിനക്ക് കോടാനക്കോടി അനുയായികളുണ്ട് പടച്ചവനെ, ഞങ്ങൾക്ക് ചോദിക്കാൻ ഉടമസ്ഥനായി റബ്ബായി നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലെ എല്ലാ സദുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ച് തരണമേ നാഥ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله.